നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ LD ടൈപ്പിസ്റ്റ്, അതായത് കാറ്റഗറി നമ്പർ 725/2022 എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ വന്ന ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയുടെയും പത്തനംതിട്ട ജില്ലയുടെയുമാണ്. അതിൻ്റെ കട്ട് ഓഫും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ളത് 3 ജില്ലകളുടേതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വന്ന എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ 60 മാർക്കിന് മുകളിലുള്ളവരൊക്കെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 166 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 179 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ 13 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 358 പേരുടെ ലിസ്റ്റാണ് എറണാകുളത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്തിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നല്ല 60 മാർക്കിന് മുകളിലുള്ളവരാണ് ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടേതാണ്. പാലക്കാടിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.33 മാർക്കാണ് പാലക്കാടിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 116 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 127 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 14 പേരുമാണ്. അങ്ങനെ ടോട്ടൽ 257 പേരുടെ ലിസ്റ്റാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളൂ. വളരെ കുറച്ച് പേരുടെ ഒരു ലിസ്റ്റാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കട്ട് ഓഫും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് ഡിലീഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേർക്ക് മാർക്ക് കുറവായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പ്രതീക്ഷിച്ചിരുന്ന പോലെ മാർക്ക് നേടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലാസ്റ്റിൽ വന്നിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റാണ്. എപ്രാവശ്യവും തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടുതൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാളിലും കുറച്ചുകൂടി കൂടുതലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 63.33 മാർക്കാണ് തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 224 പേരെയാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 217 പേരും, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 20 പേരുമാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റിൽ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത് 416 പേരാണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, LD ടൈപ്പിസ്റ്റ് എല്ലാം ഒറ്റ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരേ ലിസ്റ്റിൽ തന്നെയാണ്, ഒരേ ആൾക്കാർ തന്നെയാണ് ഈ 3 ലിസ്റ്റുകളിലും വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ബാക്കിയുള്ളവർക്കും ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ചതൊന്നും നിങ്ങൾക്ക് വെറുതെ പാഴാകത്തില്ല. അടുത്ത എക്സാമുകൾ ഇനി ജൂൺ ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും LD ടൈപ്പിസ്റ്റ് എക്സാമുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ തന്നെ മുന്നിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടൈപ്പിസ്റ്റിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള LD ടൈപ്പിസ്റ്റ് എക്സാമിനും കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ക്ലാസ്സുകളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.